പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിടിയാട്ടാ. ഓ അങ്ങനെ. ആ കയ്യിലൊക്കെ പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ എനിക്ക് ചേർത്തില്ലടാ. നിന്റെ ലെവല് ഇച്ചിരി കൂടിപ്പോയി. ഞാൻ താഴോട്ട് ഇറങ്ങണി. ആ അതാണ് നിന്റെ കുഴപ്പം. എനിക്ക് പോകേണ്ടതേ മേലോട്ടാ. അതിനവൻ തന്നെ നല്ലത്. നീ ശരിയാകത്തില്ലടാ. ചന്ദന എടി ഭയങ്കര കള്ളക്കടത്തല്ലേ? ഏയ് ആ ഒരുപാട് വീട്ട് കോർത്തപ്പോ നമ്മുടെ മോന് വാശിക്കായിട്ടെടുത്ത ചലഞ്ചാ. ചന്ദനം പീസാക്കി അടിമാലി എത്തിക്കണം. ഒറ്റുണ്ടാവും, പക്ഷെ പിടിക്കപ്പെടരുത്. എന്റെ ബുദ്ധിയാ. എങ്ങനെ ബുദ്ധി തന്നെ. ഞാനോട് ഉരുട്ടിത്തരടി. ചോറ് വാരി തിന്നണ താഴുമ്പോ പോരെ മോനെ ഇതെടുത്ത് വിട്ടാൻ. വരും ഇല്ല, ഞാൻ ഫോറസ്റ്റിൽ പറഞ്ഞു കൊടുക്കുവേ. ഒരു വന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ വെറുതെ വന്നതോ, അല്ലാതെ നീ ഫോറസ്റ്റിൽ പറഞ്ഞു കൊടുക്കില്ലാന്ന് എനിക്കറിയാം. അല്ലടാ അമ്മേ, എന്താ അമ്മയോട് മാറിക്കമ്മേ. ഞാൻ പുറത്തോട്ടാണ് പറയണ. അച്ഛാ മാഷങ്ങനെ എവിടെ? എന്തല്ലേ നാട്ടിലെ കല്യാണോ നാട്ടിലെ ഒന്ന് പോണായി. ഞാൻ ദൂരം ഓടിക്കുന്നില്ല. എന്നാ പ്രശ്നം? ഇത് പൊട്ടിട്ടാണോ? ചേട്ടാ ഒരാളായിട്ടേ. ഹലോ ചേട്ടോ, ഇതാരോ അറിയത്തില്ല. ഒളിപ്പിച്ചാണോ? ഹലോ മോനിൻ, ഏത് വരാൻ പറ്റുമോ? ഓളെ വടമുണ്ടോ? ഒന്ന് ഒച്ചപ്പാടും പ്ലീസ്. പിന്നെ ഇറക്കം പറഞ്ഞല്ലേ ഒന്ന് ഓളെ ചേട്ടാ. എന്റെ വീട് നോക്കാൻ പറ്റുമോ? എന്റെ പൊന്നെ, ഇത് ആരാന്ന് പോലും പറഞ്ഞു ചേട്ടാ? കുടകിന്നുള്ള ഏതോ കക്ഷിയാന്നോ പറയുന്നത്? കുടകിനോ? അമ്മയാണോ മോളെയാണോ? നിന്റെ തലകാണ്. അയ്യോ, ഇവിടെ ഇരിക്കണ്ടോ? എന്നാലും വീണ്ടും തുടങ്ങിയാൽ നമ്മൾ അറിഞ്ഞില്ലല്ലോ. അച്ഛനെ ഭാസ്കർ പ്രസിഡന്റ് ടീച്ചർമാർ ആരൊന്നും പഠിപ്പിക്കാനില്ല. ബാബു ചേട്ടാ, പുള്ളിക്കാരന് കേറാൻ പറ്റണില്ല. കാല് പൂട്ട് പോയിട്ടുണ്ടാവും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതെ, ഒരു ജെ സി ബി വിളിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഞാൻ വിളിച്ചു നോക്കട്ടെ. ജെ സി ബി ഇപ്പൊ എവിടെ